ഇലക്ട്രിക് വാഹനം അല്ലെങ്കിൽ ഏതൊരു വാഹനവും മാറ്റുന്നതിന് മുമ്പേ വളരെയധികം ഹോംവർക്ക് ചെയ്തിട്ട് വ്യക്തമായ കണക്കുകൾ കൂട്ടി നോക്കുക. നിങ്ങൾക്ക് ഇത് ലാഭമാണോ എന്ന്. ഒരു കാരണവശാലും ലാഭമായിട്ട് വരില്ല. ഒരു കാരണവശാലും എങ്ങനെ തിരിച്ചും മറിച്ചും ഗുണിച്ചാലും ഹരിച്ചാലും ഒരു കാരണവശാലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ലാഭകരമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഈ ഒരു ഭാഗം, ഈ ഒരു പില്ലർ ഇരിക്കുന്നത് ശരിക്കും നമ്മുടെ കണ്ണിൻ്റെ വളരെ ചേർന്നിട്ടാണ് ഇരിക്കുന്നത്, നമ്മുടെ ഫ്രണ്ടിലായിരിക്കുന്നത്. അത് കാരണം നമ്മുടെ ഇത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ് ഈ ഒരു EV ചിന്താഗതി. സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ അവർ സിമ്പിളായിട്ട് പറഞ്ഞു വണ്ടി ഓവർ ഹീറ്റ് ആയതാണ്. അപ്പോൾ അത് ആ ഒരു കസ്റ്റമറിൻ്റെ എന്തുമാത്രം മാനസിക വിഷമം ഉണ്ടായി കാണും എന്ന് അവർക്കറിയത്തില്ല. അതൊക്കെയാണ് സർവീസ്. 8 വർഷം കഴിയുമ്പോഴേക്കും അവിടെയും 14 ലക്ഷം രൂപ, നമ്മളെ സംബന്ധിച്ച് 16.5 ലക്ഷം രൂപ. 8 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ വണ്ടിയുടെ ബാറ്ററി വാറൻറ്റി കാലം കഴിയും. ആ സമയത്ത് ഒരു ബാറ്ററി റീപ്ലേസ്മെൻറ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പോയാലും ഒരു 5 ലക്ഷം രൂപയെങ്കിലും ബാറ്ററി റീപ്ലേസ്മെൻറ്റിന് വേണ്ടി വരും. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗ്രീൻ ടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷാണ്. നമ്മുടെ ചാനലിൽ കുറേ ദിവസമായിട്ട് അങ്ങനെ വീഡിയോസൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത്, ഞാൻ 1 വർഷമായിട്ടൊരു വണ്ടി വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ടാറ്റ പഞ്ചാണ്. നിങ്ങൾ കുറേ പേര് നമ്മുടെ ചാനലിൽ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാനിങ്ങനെ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ഇലക്ട്രിക് വണ്ടി, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങിയ ഒരു വാഹനം, പുതിയ വാഹനം. ഞാൻ ഒരുപാട് വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, പലതും പഴയ വാഹനങ്ങളാണ്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ വളരെയധികം ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് വാങ്ങിയൊരു വാഹനമാണ്. അപ്പോൾ ആ ഒരു സ്വപ്നം എത്രത്തോളം ഫലവത്തായിരുന്നു, നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മളുടെ കൂടെ ഞാനൊരു സാധാരണക്കാരനാണ്. അതായത് നമ്മുടെ ലോക ജനതയിൽ സാധാരണക്കാരിൽ ഒരു എബോവ് ആവറേജ് സാധാരണക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിനകത്തൊരു ആഗ്രഹം ഉണ്ടാവും, ഒരു ഇലക്ട്രിക് കാർ. നമുക്ക് സ്വന്തമായിട്ടൊരു കാറുണ്ടാവും, ചിലപ്പോൾ കാറിനെ പറ്റി സ്വപ്നം കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, സ്വന്തമായിട്ടൊരു കാറുള്ള ഒരാൾ, അല്ലെങ്കിൽ കാറ് വാങ്ങണമെന്ന് സ്വപ്നം കാണുന്ന ആൾക്കാരുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ. അപ്പോൾ ഞാനും ഒരുപാട് കാലമായിട്ട് ഒരു ഇലക്ട്രിക് കാർ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു ഇലക്ട്രിക് കാർ വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ഉണ്ടാവും, ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയിലാണ് നമ്മൾ പല സ്വപ്നങ്ങളും കാണുന്നത്. അപ്പോൾ ആ ഒരു സ്വപ്നങ്ങൾ പലതും തെറ്റായ ധാരണകളാണ്. അത് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അപ്പോൾ അങ്ങനെ ആരാണെങ്കിലും ഇലക്ട്രിക് വാഹനം വാങ്ങിക്കാൻ ആരുദ്ദേശിക്കുന്നതായാലും അവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരുടെ അടുത്ത് കാണാൻ പറയുക. അതിനുശേഷം മാത്രം ഇങ്ങനെ ഒരു ഹ്യൂജായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു വാഹനം ഞാൻ വാങ്ങിയിരിക്കുന്നത്, എമൗണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ പറയാം. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരു വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഈ ഒരു വാഹനം ഞാൻ വാങ്ങിച്ചിട്ട് 1 വർഷമായി. ഇന്ന് 12,325 കിലോമീറ്റർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അതിൽ ഓരോ ഭാഗങ്ങൾ, ഈ വണ്ടിയുടെ റേഞ്ച് എത്രയുണ്ട്, ഇതിൻ്റെ സർവീസ് എങ്ങനെയാണ്, ഇതിൻ്റെ റൈഡിങ് കംഫർട്ട് എങ്ങനെയാണ്, അതുപോലുള്ള ഓരോ കാര്യങ്ങൾ നമ്മളൊരു ടൈം ലൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ ടൈം ലൈൻ ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ചുവടെ കൊടുത്തിരിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഏതാണോ താല്പര്യം കാണേണ്ടത്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് പാർട്ട്, അത് മാത്രമായിട്ട് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൺക്ലൂഷൻ പാർട്ടും ഉണ്ടാവും. ആ കൺക്ലൂഷൻ പാർട്ടിൽ നമ്മൾ ഈ ഒരു കാലഘട്ടത്ത്, ഞാനിപ്പോൾ 2025 നമ്മൾ ഇലക്ട്രിക് വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മുതലാകുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. കാരണം KCBയുടെ കറണ്ട് ചാർജ് 7 രൂപയിൽ നിന്ന് 14 രൂപയും 22 രൂപയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും നമ്മൾ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പെട്രോൾ വണ്ടി അല്ലെങ്കിൽ ഡീസൽ വണ്ടി നമ്മൾ കൊടുത്തിട്ട് ഒരു ഇലക്ട്രിക് വാഹനത്തിലോട്ട് മാറുന്നത് ഒരു നല്ല തീരുമാനം ആയിരിക്കുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുക്കുന്ന ഒരു സാഹചര്യം ഒന്നുകൂടെ പറഞ്ഞു വയ്ക്കാം. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ഡീസൽ കാറായിരുന്നു, 2011 മോഡൽ. അപ്പോൾ ആ ഒരു വാഹനത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു വാഹനത്തിലോട്ട് വരുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക് വാഹനത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടാവും എന്നുള്ള ഒരു ചിന്ത നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുന്നിൽ ആ സമയത്തുണ്ടായിരുന്ന 2 പ്രധാന വാഹനങ്ങൾ MGയുടെ കോമറ്റും ടാറ്റ ടിയാഗോയും ടാറ്റ നെക്സണും ആയിരുന്നു. അപ്പോൾ ടാറ്റ നെക്സൺ നമ്മൾ നോക്കുമ്പോൾ തന്നെ ആ സമയത്ത് ഒരു ബ്ലാക്ക് എഡിഷനൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം 20 ലക്ഷം രൂപ റേഞ്ചിൽ പോകും. ടാറ്റ ടിയാഗോ ആണെന്നുണ്ടെങ്കിൽ 8.5 ലക്ഷം രൂപയ്ക്ക് ബേസ് വേരിയൻറ്റ്, 9.5 ലക്ഷം രൂപയ്ക്ക് സെക്കൻഡ് വേരിയൻറ്റ് അങ്ങനെ കിട്ടും. ഏകദേശം അതേ വിലയ്ക്ക് തന്നെ നമ്മുടെ കോമറ്റും കിട്ടുമായിരുന്നു. അപ്പോൾ കോമറ്റിനും അപ്പോഴാണ് ടാറ്റ പഞ്ച് എന്ന് പറയുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു വാഹനം ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെയും പ്രധാന ഐഡിയ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞൊരു EV എടുക്കുക എന്നുള്ളതായിരുന്നു.
പക്ഷേ നമ്മുടെ നമ്മുടെ ഇക്കോമെറ്റ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പ്രധാന പ്രശ്നം അതിന് ഒരു സിറ്റി കാറാണ്, പ്രോപ്പറായിട്ടുള്ള സിറ്റി കാറാണ്. അതിന് ഫാസ്റ്റ് ചാർജിങ്ങും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അതിനെ നമ്മൾ ഒഴിവാക്കി. അതിനുശേഷം ടിയാഗോ നോക്കി. അപ്പോൾ ടിയാഗോയുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്നത് കാഞ്ഞിരംകുളത്താണ്. അപ്പോൾ കാഞ്ഞിരംകുളത്ത് പുതിയ ഹൈവേയും വന്നു. അതിനനുബന്ധമായിട്ട് അവിടെ സൈഡ് റോഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഹമ്പുകളൊക്കെ ഇത്തിരി ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഹൈറ്റ് കൂടിയ ഹമ്പിൻ്റെ പുറത്തുകൂടെ നമ്മുടെ സ്വിഫ്റ്റ് ഡിസയർ തന്നെ പോകുമ്പോൾ തന്നെ ചില സമയത്ത് അതിൻ്റെ അടിഭാഗം തട്ടും. അപ്പോൾ അതിനെ ടാറ്റ ടിയാഗോയുടെയും അടിഭാഗം തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഒഴിവാക്കി. അതുപോലെ തന്നെ ടാറ്റയുടെ ഇനിയുള്ള എല്ലാ വാഹനങ്ങളുടെയും ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ഇതിലായിരിക്കും. അതായത് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഇനി ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും വരാൻ പോകുന്നത്. ടാറ്റയുടെ ഹരിയർ ആയാലും ശരി, ഇപ്പോൾ വന്നിരിക്കുന്ന കർവ് EV ആണെങ്കിലും ശരി, അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുപാട് കാലം നിലനിൽക്കും. ഉദാഹരണത്തിന് നമ്മുടെ ടാറ്റയുടെ ഇൻഡിക്ക വിസ്റ്റ എന്ന് പറയുന്ന കാറിൻ്റെ പ്ലാറ്റ്ഫോമിൽ ആണ് ഒരുപാട് വാഹനങ്ങൾ അവർ നിർമ്മിച്ചത്. അതുപോലെ ആ ഒരു പ്ലാറ്റ്ഫോം ഒരു 15 വർഷത്തോളം കാലം നീണ്ടു നിൽക്കും. അപ്പോൾ നമ്മളൊരു വാഹനം എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ സർവീസും മറ്റു കാര്യങ്ങളും ഇനി വരുന്നൊരു 10-20 വർഷം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഒരു വാഹനം എടുത്തത്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ വണ്ടിയുടെ ഫീച്ചേഴ്സ് ഒന്ന് കാണിക്കാം. മൊത്തമായിട്ട് വണ്ടിയുടെ ഒരു വാക്ക് അറൗണ്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ടാറ്റ നെക്സണിലൊക്കെ വന്നതുപോലെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു DRLO ഒരു സാധനമാണിത്. അപ്പോൾ വണ്ടി രാത്രി കാലങ്ങളിൽ വണ്ടി ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും ലോക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു പ്രത്യേക ലൈറ്റ് പാറ്റേൺ ഇതിൽ കാണാൻ സാധിക്കും. അതൊരു വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതായത് പറയുന്നത് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നു. വണ്ടി ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമ്മുടെ വണ്ടിയിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. വണ്ടി ലോക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ടാറ്റ പറയുന്ന ഒരു ഫീൽ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അതിലൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും, എങ്കിലും കാണാനൊരു രസമുണ്ട്. നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് രസമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റുകൾ നമുക്ക് കാണാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നേരെ ഓടിച്ച് പോകുമ്പോൾ ഇതിൽ 2 എണ്ണം മാത്രമേ കത്തിയിരിക്കത്തുള്ളൂ. വണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഇടത്തോട്ട് തിരിക്കുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് കൂടെ കത്തും. അല്ലെങ്കിൽ ഒരു ലൈറ്റ് മാത്രമായിരിക്കും കത്തുക. ഒരു സൈഡിലോട്ട് തിരിയുന്ന സമയത്ത് ആ ഒരു ഭാഗം മാത്രം കത്തും. അപ്പോഴേക്കും ഇടത് ഭാഗത്തോട്ടാണ് തിരിക്കുന്നതെങ്കിൽ ഇടത് ഭാഗം നല്ല രീതിയിൽ ഇലുമിനേറ്റഡ് ആവും. അപ്പോൾ വിസിബിലിറ്റിയൊക്കെ കുഴപ്പമില്ല. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെയും നല്ല വിസിബിലിറ്റിയാണ്. ഈ കാണുന്ന സൈസൊന്നും നോക്കണ്ട, റോഡ് നല്ല വിസിബിലിറ്റി ഉണ്ട്. അടുത്ത് സൈഡിലോട്ട് വരുമ്പോഴേക്കും ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്ലാഡിങ് വെച്ചിട്ടാണ് ഈ പെയിൻറ്റ് ഭാഗത്തിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഒരു KSRTC ബസ്സൊക്കെ കൊണ്ട് ഒരു കിസ്സൊക്കെ തന്നിട്ടുണ്ട്. എങ്കിലും കാര്യമായ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ വീലുകൾ അലോയ് വീലുകളെ പോലെ ഇരിക്കുന്ന സ്റ്റീൽ വീലാണ്. അതായത് സ്റ്റീൽ വീലിൻ്റെ ഭാഗം ഇതിൻ്റെ ഉള്ളിൽ വരും. ഇത് വീൽ കപ്പാണ്, പക്ഷെ കാണുമ്പോൾ അലോയ് വീല് പോലെ ഇരിക്കുകയും ചെയ്യും. എല്ലാ വീലുകളിലും ഡിസ്ക് ബ്രേക്കാണ് ഇതിൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊഫൈല്. പിന്നെ ഈ വണ്ടിയുടെ ഡോർ ഹാൻഡിലുകളെല്ലാം നല്ല സ്ട്രോങ് ആണ്. ഡോറെല്ലാം നല്ല സ്ട്രോങ്ങും 90 ഡിഗ്രി 90 ഡിഗ്രിയിൽ തുറക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഡോറാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ സൈഡിൽ ഇരുന്നുകൊണ്ട് ഈ ഡോർ അടയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ അതുകൂടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഡ്രൈവർ സൈഡിൽ ഇരിക്കുവാണ്. എൻ്റെ ഡിസയറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ആ ഡോറ് പിടിക്കാൻ കിട്ടും. ഒറ്റ എത്തല് നമുക്ക് എത്താൻ പറ്റും. പക്ഷേ ഇത് നമ്മളിങ്ങനെയൊക്കെ പിടിച്ച് വെച്ചാലും അപ്പോൾ വേറെ ആളുടെ സഹായമില്ലാതെ അങ്ങ് അടയ്ക്കാൻ പറ്റത്തില്ല. പറഞ്ഞു വരുന്നത് ഈ 90 ഡിഗ്രി ഓപ്പണിംഗ് ആയിട്ടുള്ള ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനും വളരെ ഉപകാരപ്രദമാണ്. ഇപ്പോൾ നമുക്കിത് എങ്ങനെ കയറി ഇറങ്ങാം. കയറുന്നു, ഇറങ്ങുന്നു. ഓക്കെ, ഇറങ്ങുന്നു. കയറാനും ഇറങ്ങാനും നല്ല രസമാണ്. ഇവിടെ പിടിക്കാനുള്ള സാധനമില്ല. പക്ഷേ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് അടയ്ക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. 90 ഡിഗ്രി ഓപ്പണിംഗ് ആയിട്ടുള്ള ഡോറാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഇരുന്നു. ഇതാണ് നമ്മുടെ സ്പേസ്. ഞാൻ മാറ്റിയിട്ടില്ല. ഞാൻ 6 അടി ഏകദേശം പൊക്കമുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ കാല് തട്ടാതിരിക്കണമെങ്കിൽ ഇത്രയും വേണം. സീറ്റുകളൊക്കെ വളരെ നല്ല എന്താ പറയുക, തൈ സപ്പോർട്ടൊക്കെ ഉള്ള സീറ്റാണ്, കുഴപ്പമില്ല. ഇനി നമുക്ക് ബാക്കിൽ വരാം. ബാക്കിലുള്ള ഡോർ ഈ ഭാഗത്താണ് തുറക്കുന്നത്. ഇവിടെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽ തരുന്നുണ്ട്. പക്ഷേ 15 ലക്ഷം രൂപ മുടക്കിയ വണ്ടിയിലാണ് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇത്രയേ ഉള്ളൂ. അതായത് ആക്ച്വലി ഒരു ചെറിയ കാറാണ്. നമ്മൾ വലിയ എമൗണ്ട് കൊടുക്കുകയാണെങ്കിലും വലിയ എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നൊരു ചെറിയ കാറാണ്. ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിലിരിക്കുന്ന ആൾക്ക് എന്താ പറയുക, കാല് മുട്ടി ഇരിക്കാൻ പറ്റുള്ളൂ. തൈ സപ്പോർട്ട് കുറവാണ്, പൊതുവെ ശോകമാണ്. പക്ഷേ തല തട്ടുന്നില്ല, ഓക്കെയാണ്. അടുത്ത് പുറകോട്ട് വരാം. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ എന്താ പറയുക, ഒരു
ഒരു പ്രത്യേക ഡിസൈന് മൊത്തത്തിൽ കോപ്പി ചെയ്യുന്നുണ്ട്. ഇവിടത്തുള്ള ഡിസൈനിൻ്റെ ഒരു വലിയ കോപ്പിയാണ് ഈ ഭാഗത്തോട്ട് വരുന്നത്. ഓക്കെ, ഏകദേശം പിന്നെ വണ്ടി എവിടെ നോക്കിയാലും ചെറിയ തട്ടൽമുട്ടലുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ഡിസൈനൊക്കെ അങ്ങനെയാണ്, ചെറിയ തട്ടൽമുട്ടലുള്ള രീതിയിലുള്ള ഡിസൈനാണ്. ബാക്കിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഏത് വണ്ടി ഒന്ന് ഇടിച്ചെന്ന് തോന്നുന്ന രീതിയിലുള്ള ഡിസൈനൊക്കെയാണ് ഇതിലുള്ളത്. ഇത് KSRTC ഒന്ന് മുട്ടിയത്. അപ്പം അതിൻ്റെ ഡ്രൈവിങ് എന്താ പറയുക, ഈ ഭാഗത്ത് KSRTC കൊണ്ട് തട്ടി തന്നു. എന്നാലും ക്വാളിറ്റി ഉണ്ട്, അതിൻ്റെ ടാറ്റയുടേതായ ഒരു കട്ടിയുണ്ട്. പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് ഉള്ളതുകൊണ്ട് ചെറിയ തട്ടൽ മുട്ടലൊന്നും ഇതിനകത്തോട്ട് കയറത്തില്ല. പക്ഷേ ഇത് ഇത്തിരി സ്ട്രോങ് തട്ടലായതുകൊണ്ടാണ് ഇതിന് തട്ടിയത്. ഓക്കെ, ബാക്കിലോട്ട് വരാം. ബാക്കിൽ ഇതിലൊരു റിവേഴ്സ് ക്യാമറ ഇവിടെയുണ്ട്. ഇത് റിവേഴ്സ് ക്യാമറയാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡിക്കി സ്പേസ്. അത്യാവശ്യം മാന്യമായ ഡിക്കി സ്പേസാണ്. ഓക്കെ, സാധാരണ കാറിനേക്കാളും നേരത്തെ പറഞ്ഞ പോലെ SUV ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു വാഹനമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവിംഗ് പൊസിഷൻ. അപ്പോൾ ഇതിൽ ഈ ഭാഗത്തൊരു ടാറ്റയുടെ ലോഗോ ഒക്കെ ഇലുമിനേറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൽ തന്നെ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ഇവിടെ കോൾ അറ്റൻഡ് ചെയ്യാൻ, കോൾ കട്ട് ചെയ്യാൻ, ബ്ലൂടൂത്ത് എല്ലാ ഐറ്റങ്ങളും ഇവിടെ തന്നെ വരുന്നുണ്ട്. ഇത് വണ്ടിയുടെ എന്താ പറയുക, ഇതെന്തായിരുന്നു, ക്രൂയിസ് കൺട്രോൾ സ്വിച്ചുകൾ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇതിൽ തന്നെ ടയർ പ്രഷർ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അതിൻ്റെ ടയർ പ്രഷർ ലോ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഡോറ് തുറന്ന് കിടക്കുകയാണെങ്കിൽ ഓരോ ഡോറ് തുറന്നു പോയാൽ ഇപ്പോൾ ലെഫ്റ്റ് ഡോർ തുറക്കുകയാണ്, അപ്പോഴേക്കും ആ ഡോർ തുറന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സാധനമാണ്. പിന്നെ 2 ട്രിപ്പ് മീറ്റർ ഉണ്ട്, അത് ഞാൻ ഡ്രൈവിങ്ങിൽ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വാട്ടർ കൺസംഷൻ കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുമ്പോഴേക്കും വാട്ടർ കൺസംഷൻ ഈ കാണിക്കുന്ന സാധനം പരമാവധി കുറഞ്ഞിരിക്കുക. ഈ റീഡിങ് പരമാവധി കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പരമാവധി റേഞ്ച് കിട്ടും എന്നാണ് വൈപ്പ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റേഞ്ചിൻ്റെ കേസിൽ പറയാം. പിന്നെ അടുത്ത് ഇത് 2 സൈഡിലുള്ള റീജനറേഷന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇതിൽ ഇപ്പം സ്റ്റാൻഡേർഡായിട്ട് വരുന്നത് ലെവൽ 1 റീജനറേഷൻ ആയിരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. അത് നമുക്ക് കൂട്ടാൻ പറ്റും, ലെവൽ 2ഉം ലെവൽ 3 ആക്കാൻ പറ്റും. ഇടതുവശത്തുള്ള പാഡൽ ഷിഫ്റ്റർ വെച്ചിട്ട് നമുക്കതിനെ കുറയ്ക്കാൻ പറ്റും. അത് ഓരോ ലെവൽ കുറച്ചിട്ട് മാറ്റാൻ പറ്റും. ഓരോ തവണ റീജനറേഷൻ വണ്ടി ഓടിക്കുന്ന സമയത്തുള്ള റീജനറേഷൻ ഈ ഒരു മീറ്ററിൽ കാണിക്കും. അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എത്രമാത്രം എനർജി കൺസംഷൻ എടുക്കുന്നുണ്ടെന്നുള്ള ഭാഗം ഈ ഒരു ഭാഗത്തായിട്ട് കാണിക്കും. അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്വഞ്ചർ LR എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഞാൻ വണ്ടി എടുത്തിട്ട് 1 വർഷമായി. ആ സമയത്ത്, അതായത് 2024 ജൂൺ മാസത്തായിരിക്കും ഞാൻ വണ്ടി എടുക്കുന്നത്. ആ സമയത്ത് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഷോറൂം പ്രൈസ് 12,99,000 രൂപയായിരുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഷോറൂമിൽ പോയിട്ട് ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് അന്വേഷിച്ചു. ഇപ്പോഴത്തെ ഇതിൻ്റെ വില 12,84,000 രൂപയാണ്. പക്ഷേ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്വഞ്ചർ LR, അതായത് അഡ്വഞ്ചർ മോഡലിൽ ലോങ് റേഞ്ചിൻ്റെ ബേസ് വേരിയൻറ്റ്, ലോങ് റേഞ്ചിൽ ബേസിൽ വരുന്ന വേരിയൻ്റാണ്. ആ സമയത്ത് അഡ്വഞ്ചറിൻ്റെ ടോപ്പ് വേരിയൻറ്റ്, അതായത് നമ്മുടെ ഫുൾ ഓപ്ഷൻ വരില്ല. ഇത് ഇല്ലാത്ത സാധനങ്ങൾ പറയുന്നതായിരിക്കും എളുപ്പം. ഫുൾ ഓപ്ഷൻ വരുമ്പോഴേക്കും ഇതിനകത്തുള്ള ഈ ഡിസ്പ്ലേ, ഇത് 7 ഇഞ്ച് ഡിസ്പ്ലേ കണ്ടാണ്, അത് 12 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ, നല്ല മനോഹരമായ ഒരു ഡിസ്പ്ലേ വരും. അതുപോലെ തന്നെ ഈ മീറ്റർ കൺസോളിൻ്റെ ഭാഗവും ടച്ച് വരുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഞാനും വണ്ടി ബുക്ക് ചെയ്ത സമയത്ത് ആ ഒരു എക്സ്പെക്റ്റേഷനിലായിരുന്നു. പക്ഷേ കിട്ടിയത് ഇതായിരുന്നു. ഞാൻ ആ സമയത്ത് നമ്മുടെ സർവീസ് സെൻറ്ററിലുള്ള ഷോറൂമിലുള്ള കക്ഷിയെടുത്തൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് അഡ്വഞ്ചർ LRൽ ഈ ടൈപ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ടൈപ്പ് എന്നല്ല, വലിയ LCD ടൈപ്പ് ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷേ വണ്ടി കിട്ടിയപ്പോഴേക്കും ആ ഒരു സാധനം കയ്യിൽ കിട്ടിയില്ല. എന്തായാലും അത് വിട്ടുകളയാം. അപ്പോൾ ഇപ്പോഴത്തെ ഈ വണ്ടിയുടെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, വണ്ടിയുടെ വില പറഞ്ഞു തീർന്നില്ലല്ലോ. വണ്ടിയുടെ നേരത്തെ ഉണ്ടായിരുന്ന എക്സ് ഷോറൂം പ്രൈസ് 12,99,000 ആയിരുന്നു. ഇപ്പോൾ 12,84,000 ആണ്. അതിനുശേഷം വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 14,80,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അതിനുശേഷം നമ്മുടെ വണ്ടിയുടെ നമ്പർ നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചതാണ്, ബുക്ക് ചെയ്ത് വാങ്ങിച്ചത് കാരണം അതിൻ്റെ രജിസ്ട്രേഷൻ ചാർജ് എല്ലാം കൂടെ വരുമ്പോൾ 14,90,000 രൂപ വരും. അതേസമയം ഇപ്പോഴ് ഈ ഒരു വേരിയൻറ്റിന് 14,74,000 രൂപയാണ് ഇപ്പോഴത്തെ വില. ഞാൻ വണ്ടി വാങ്ങിയ സമയത്ത് ഈ വണ്ടിയുടെ ഫുൾ ഓപ്ഷൻ, അതായത് വണ്ടിയിൽ ബാക്കിൽ ഡീഫോഗർ ഉണ്ടാവും, അലോയ് വീൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഈ ടച്ച് സ്ക്രീന് വലിയ ടച്ച് സ്ക്രീൻ ആയിരിക്കും. നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് തരുന്ന വാഹനം വലിയ ഡിസ്പ്ലേ ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ ഇപ്പോഴത്തെ വില 15,40,000 42,000 രൂപയുള്ളൂ. അതായത് ഈ
വേരിയൻറ്റിനേക്കാളും ഒരു 50,000 രൂപ മുടക്കിയാൽ ഇപ്പോൾ നമുക്കത് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ പണ്ടായിരുന്നുണ്ടെങ്കിൽ 2.5 ലക്ഷം 2.25 ലക്ഷം രൂപ അധികമായിട്ട് കൊടുത്താലേ ആ ഒരു വണ്ടി കിട്ടത്തുള്ളായിരുന്നു. ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MGയുടെ നമ്മുടെ വിൻസർ എന്ന് പറയുന്ന വാഹനം ഇറക്കിയതോടെ ടാറ്റക്കാർ അവരുടെ വാഹനങ്ങൾ നല്ല രീതിയിൽ വില കുറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ആ ഒരു വിലയ്ക്ക് നമുക്കത് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഒരു വാല്യൂ കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു പണത്തൂക്കമെങ്കിലും മുൻപിൽ നിൽക്കുന്നത് നമ്മുടെ MGയുടെ വിൻസർ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ വണ്ടി വാങ്ങിക്കുന്ന 1 വർഷം മുമ്പേ, അപ്പോഴേ വിൻസർ ഇല്ല. അതിനുശേഷം ഒരു 4 മാസം കൂടെ കഴിഞ്ഞിട്ട് ആണ് വിൻസർ അന്ന് ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയറിൻ്റെ സംഭവങ്ങൾ. നമ്മൾ ഒരു വാഹനം എടുക്കുമ്പോഴേക്കും നമ്മുടെ പവർ ഫിഗേഴ്സ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. ടാറ്റ ഇത്ര 200-250 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണുള്ളത്, ടാറ്റ പഞ്ചിന് 200 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണുള്ളത്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയും. അപ്പോഴേക്കും നമ്മുടെ സ്വന്തം വാഹനത്തിന് എത്ര ടോർക്കുണ്ട്, പവറുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അതേ ഒരു വിഷയമാണ് എനിക്കും പറ്റിയത്. അതായത് നമ്മുടെ സ്വിഫ്റ്റ് ഡിസയർ കാറിൻ്റെ ഏകദേശം സെയിം ആയിട്ടുള്ള പവർ ഫിഗേഴ്സാണ് നമ്മുടെ ടാറ്റ പഞ്ചിനും ഉണ്ടായിരുന്നത്. നമ്മുടെ ഡ്രീം നമ്മൾ കാണുമ്പോഴേക്കും നമ്മൾ എന്താ പറയുക, സ്വന്തം കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവരുടെ കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. അതുപോലെ ഈ സ്വിഫ്റ്റിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സ്, സ്വിഫ്റ്റിൻ്റെ ഡീസൽ എഞ്ചിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയും ഈ വണ്ടിയുടെയും ഫീച്ചേഴ്സ് ഏകദേശം സെയിം ആണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വണ്ടിയുടെ റേഞ്ച്, നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ് വണ്ടിക്ക് എത്ര റേഞ്ചാണ് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം. ഇത് നമ്മുടെ അഡ്വഞ്ചറിൻ്റെ ടാറ്റ പഞ്ചിൻ്റെ അഡ്വഞ്ചർ LR എന്നുള്ള വേരിയൻ്റാണ്. ഇതിന് കമ്പനി അവകാശപ്പെടുന്നത് 420-25 കിലോമീറ്റർ റേഞ്ചാണ്. പക്ഷേ ആ കമ്പനി ടെക്നീഷ്യൻസ് തന്നെ വണ്ടി തരുമ്പം പറയും ഇത് അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു 350-340 കിലോമീറ്ററേ ഓടത്തുള്ളൂ, അത് പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു വണ്ടി വാങ്ങുന്നത്. അപ്പോൾ അത്രയ്ക്ക് തന്നെ നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ പലതവണ നമ്മൾ നോക്കുമ്പോഴും ഈ വണ്ടിയുടെ റേഞ്ച് കാണിക്കുന്നത് വളരെ കുറച്ചാണ്. അത് വണ്ടി ഫുൾ ചാർജ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ 219, ചിലപ്പോൾ 220 റേഞ്ചൊക്കെ ആയിരിക്കും നമ്മുടെ മീറ്റർ കൺസോളിൽ റേഞ്ചിൻ്റെ ഭാഗം. നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ മീറ്ററിൽ റേഞ്ച് കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ 220 വളരെ കുറഞ്ഞ റേഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിത് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മുടെ സർവീസ് സെൻറ്ററിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയല്ല നോക്കിയാൽ പോരാ, നമ്മളൊരു കോളം, ഒരു ചാർട്ടിൽ ഓരോ 10% നമ്മൾ വണ്ടി 100% ചാർജ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഓടിക്കുമ്പോഴേക്കും 100-ൽ നിന്ന് 90 ആയപ്പോൾ എത്ര പവർ കൺസംഷൻ എടുത്തു, എത്ര കിലോമീറ്റർ റേഞ്ച്, എത്ര കിലോമീറ്റർ വണ്ടി ട്രാവൽ ചെയ്തു, എത്ര ആണ് റേഞ്ചിൽ ഡ്രോപ്പ് ആയത് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് നോട്ട് ചെയ്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ 3 ട്രിപ്പിൽ ഈ ഒരു സാധനം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്, അതൊരു ഗൂഗിളിൻ്റെ ഒരു ഷീറ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ അതിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്, ഞാനതിൻ്റെ സ്ക്രീൻഷോട്ടും കാണിച്ചു തരാം. അതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം സിറ്റി റൈഡിൽ 256-261 റേഞ്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ ഈ ഒരു വാഹനത്തിൽ ലോങ്ങിൽ എറണാകുളം വരെ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ നിന്ന് നമ്മൾ 100% ചാർജിൽ സ്റ്റാർട്ട് ചെയ്തു, അടുത്ത് 29% എത്തിയപ്പോഴേക്കും നമുക്ക് അവിടെ മറൈൻ ഡ്രൈവിൽ എത്താൻ പറ്റി, അവിടുത്തെ ചാർജിങ് സ്റ്റേഷൻ വരെ എത്താൻ പറ്റി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേക്കും ഏകദേശം 301 കിലോമീറ്ററാണ് ഈ ഒരു വണ്ടി നമുക്ക് തരുന്ന റേഞ്ച്. അതായത് നമ്മുടെ ഈ കമ്പനി 360 ഈ ഒരു വാഹനം എടുക്കുന്നതിന് മുമ്പേ, ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നതിന് മുമ്പേ ആണെങ്കിലും ശരി, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനും ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പേ അതുവരെ യൂട്യൂബിലുണ്ടായിരുന്ന എല്ലാ വീഡിയോയും, പഞ്ചുമായിട്ട് ബന്ധപ്പെട്ട, ടാറ്റ ടിയാഗോയുമായിട്ട് ബന്ധപ്പെട്ട, നെക്സണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ നിന്ന് പരമാവധി നോക്കിയിട്ട് തന്നെയാണ് ഈ ഒരു വാഹനം എടുക്കാനായിട്ട് ശ്രമിച്ചത്. ആ സമയത്ത് പല യൂട്യൂബേഴ്സും മൈലേജ് ടെസ്റ്റ് നടത്തിയിരുന്നു. അതിൽ 390, 360 അങ്ങനെ പല റേഞ്ചും കാണിച്ചു. പക്ഷേ എനിക്ക് സത്യസന്ധമായ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 420 കമ്പനി അവകാശപ്പെടുന്ന സ്ഥാനത്ത് എനിക്ക് കിട്ടുന്നത് 260 അല്ലെങ്കിൽ 300, പരമാവധി 310 കിട്ടുമായിരിക്കും. എന്തായാലും 300 ഒക്കെ തന്നെയാണ് നമുക്കിതിൽ കിട്ടുന്ന റേഞ്ച്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് വണ്ടിയുടെ ഡ്രൈവിംഗ് ഒന്ന് നോക്കാം. വണ്ടിയുടെ ഡ്രൈവ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാറിൽ നിന്ന് പോയി SUV എത്തിയില്ല എന്നൊരവസ്ഥയാണ്. അതായത് കമ്പനി പറയുന്നത് പോലെ തന്നെ ഇതൊരു മിനി SUV അല്ലെങ്കിൽ ഒരു മൈക്രോ SUV എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഈ ഒരു ടാറ്റ പഞ്ചിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ അത് തന്നെയാണ്. നമ്മുടെ സാധാരണ കാറുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസയർ ആണെങ്കിലും ശരി, ടാറ്റ എന്താ പറയുക, ഏത് കാറാണെങ്കിലും ശരി, അതിൻ്റെ കാറിൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. ഇതിന് കാറിൻ്റെ ഫീച്ചേഴ്സും ഉണ്ട്, എന്നാൽ ഒരു SUVയുടെ ഫീച്ചേഴ്സും ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്കാണ്.
പക്ഷെ ഇത് രണ്ടും കിട്ടുന്നുമില്ല. അതായത് കാറിൻ്റെതായ ഒരു ലോങ് ഡ്രൈവിൽ കിട്ടുന്ന ഒരു സുഖം ഇതിൽ കിട്ടത്തില്ല. അതേസമയം SUV ഓടിക്കുമ്പോഴുള്ള ഒരു കമാൻഡിങ് പൊസിഷനും ആ ഒരു ഡ്രൈവ് ഫീലും ഒക്കെ വേറെയാണ്. നമുക്ക് ടാറ്റ സഫാരിയൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒരു ഒരു വല്ലാത്ത ഡ്രൈവ് ഫീലാണ് ആ ഒരു വാഹനങ്ങൾ തരുന്നത്. പക്ഷെ ആ ഒരു ഫീലിലോട്ട് ഉയരുന്നില്ല, എന്നാലും കാറിൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ അല്ല. ഓക്കെ, അതാണ് ഡ്രൈവിംഗ് പൊസിഷൻ്റെ ഒരു രീതി. പിന്നെ ഞാൻ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്ത സമയത്ത് നമ്മുടെ ടാറ്റ ടിയാഗോയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. പക്ഷേ ഡ്രൈവിങ്ങിൻ്റെ ഡൈനാമിക്സും അതിൻ്റെ ഒരു ഇരുത്തത്വവും അതിൻ്റെ ഓടിക്കാനുള്ള ഒരു രസവും എല്ലാം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ടാറ്റ ടിയാഗോ തന്നെയായിരുന്നു ഇതിനേക്കാളും വളരെ വളരെ മികച്ചു നിന്നത്. ആ സമയത്ത് എൻ്റെ സ്വിഫ്റ്റ് ഡിസയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിസയറിനെക്കാളിലും അതുപോലെ തന്നെ XL6-നേക്കാളും വളരെ ഒരു നല്ല ഒരു ഡ്രൈവിംഗ് പൊസിഷൻ എനിക്ക് ഫീൽ ചെയ്തത്. ചിലപ്പോൾ അത് ഓരോരുത്തർക്കും അവരവരുടെ ശരീരഘടനയും ഒക്കെ അനുസരിച്ചായിരിക്കാം. ഏറ്റവും നന്നായിട്ട് ഫീൽ ചെയ്തത് ടാറ്റ ടിയാഗോ തന്നെയായിരുന്നു. പിന്നെ അടുത്തൊരു വിഷയം, ഈ വണ്ടിയുടെ അടുത്തൊരു ഏറ്റവും വലിയ ഓടിക്കുമ്പോഴുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗം, ഈ ഒരു മുട്ടിൻ്റെ ഭാഗം ഈ ഒരു കൺസോളിൻ്റെ ഈ ഭാഗത്തായിട്ട് സ്ഥിരം തട്ടും. അത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴേക്കും ഇങ്ങനെ തട്ടി 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 കുറേ കഴിയുമ്പോഴേക്കും ഇവിടെ ഒരു മസിൽ വരും, വേദനയും വരും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ അടുത്തൊരു വിഷയമുള്ളത്, ഇതിൻ്റെ വണ്ടി ഓടിക്കുന്ന സമയത്തിൽ നമ്മൾ നല്ല വേഗതയിൽ ഒരു 60-80 ആ സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് വണ്ടി ഒരു ഭയങ്കര മുഴക്കം ശബ്ദം കേൾക്കും. നമ്മുടെ ഡീസൽ വണ്ടി ഓടിക്കുന്ന രീതിയിലുള്ള ഒരു മുഴക്കം. അതിന് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ റൂഫിൽ റെയിൽസ് എന്താ പറയുക, ചെറിയ കോറുഗേറ്റഡ് ആയിട്ടുള്ള ചില വണ്ടികൾ, നമ്മുടെ ചില മാരുതിയുടെ വണ്ടികൾ കാണുന്നുണ്ടാവും, കനം കുറഞ്ഞ ഷീറ്റ് ആയതുകൊണ്ട് അവർ ചെറിയ കോറുഗേഷൻസ് മുകളിൽ വണ്ടിയുടെ റൂഫിന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോഴേക്കും ഈ വൈബ്രേഷൻസ് ഒക്കെ ഒരുവിധം കുറയാൻ പറ്റും. ഇത് പക്ഷേ അങ്ങനെയല്ല, ഫുള്ള് ഫ്ലാറ്റാണ്. അത് കാരണം വണ്ടി ഓടുമ്പോൾ തന്നെ നല്ല സ്പീഡിൽ ഓടും. ചെറിയ സ്പീഡിൽ കുഴപ്പമില്ല, വലിയ സ്പീഡിൽ ഓടുന്ന സമയത്ത് നല്ലൊരു മുഴക്കം ഫീൽ ചെയ്യും. പിന്നെ ഒരു ഡ്രൈവിങ്ങിൻ്റെ സ്റ്റൈൽ. ഓക്കെ, അടുത്തൊരു ഡ്രൈവിൻ്റെ ക്വാളിറ്റി. നമ്മൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കമ്പയർ ചെയ്യുന്നത് എൻ്റെ ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന വാഹനങ്ങൾ വെച്ചിട്ടാണ്. എൻ്റെ സ്വിഫ്റ്റ് ഡിസയറും XL6 ഒക്കെ വെച്ചിട്ടാണ്. ഒരു മാരുതി വാഹനങ്ങളാണ്. അപ്പോൾ പൊതുവേ ടാറ്റ ഒരു എന്താ പറയുക, വിറയലില്ല, എന്താ പറയുക, ഒരു സുഖമുള്ള യാത്രയല്ലേ. ചെറിയ കുലുക്കവും ചെറിയ റോഡിലെ കട്ടറുകളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ XL6 ആയാലും ഡിസയർ ആണെങ്കിലും വളരെ ഫ്രീ ആയിട്ട് നമുക്ക് എന്താ പറയുക, നല്ലൊരു ഡ്രൈവിങ് ആസ്വദിച്ച് നല്ല ഇങ്ങനെ ഒഴുകി പോകുന്ന പോലുള്ള ഒരു ഫീല് ആ വണ്ടികളിൽ കിട്ടിയിരുന്നു. ആ ഒരു ഡ്രൈവിങ്ങിൻ്റെ ക്വാളിറ്റി ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നില്ല. അതൊരു സത്യസന്ധമായ അവസ്ഥയാണ്. പിന്നെ നേരത്തെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയത്, നമ്മുടെ ഈ വാഹനം സാധാരണ നമ്മുടെ വണ്ടികൾ ഡീസൽ കാറുകളാണെങ്കിലും മാനുവൽ വണ്ടികളിലാണെങ്കിലും നമ്മുടെ ഗിയറിൻ്റെ പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഗിയറിൻ്റെ പൊസിഷൻ ഫസ്റ്റിലാണോ സെക്കൻഡിലാണോ എന്ന് അറിയാൻ പറ്റും. പക്ഷേ ഈ ഒരു വണ്ടിയിൽ അത് അറിയാൻ സാധിക്കില്ല. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ ഡിജിറ്റലായിട്ടുള്ള ഒരു മീറ്റർ ഇത് എന്താ പറയുക, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ കണ്ണ് നമ്മുടെ സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് മാറ്റിയിട്ട് താഴെ നോക്കേണ്ടി വരും, ഗിയർ മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ സ്പീഡോ മീറ്ററിൽ നോക്കേണ്ടി വരും, ഡ്രൈവ് ആണോ റിവേഴ്സ് ആണോ ഏത് ഗിയറിലാണ് വണ്ടി കിടക്കുന്നതെന്ന് നോക്കേണ്ടി വരും. അത് ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതായത് വണ്ടിയുടെ ശ്രദ്ധ, നമ്മുടെ ഡ്രൈവിങ്ങിലുള്ള ശ്രദ്ധ കുറച്ച് നേരത്തേക്കെങ്കിലും നമുക്ക് മാറേണ്ടി വരും. നമുക്ക് മറ്റേ ഡീസൽ വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മാനുവൽ ഗിയർ ബോക്സ് ഒക്കെ ഉള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഗിയറെല്ലാം ഇവിടെ മാറാൻ പറ്റും. പക്ഷേ ഇതിൽ അത് പറ്റുന്നില്ല, അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹാൻഡ് ബ്രേക്ക്, നമ്മുടെ വണ്ടികളിൽ സാധാരണ നമ്മൾ പണ്ട് കൺവെൻഷനലായിട്ട് യൂസ് ചെയ്തിരുന്ന ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് പൊക്കുന്നതാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. പക്ഷേ ഇതിൽ ചെറിയൊരു സാധനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഹാൻഡ് ബ്രേക്ക് ആണോ അല്ലയോ എന്ന് തന്നെ നമുക്ക് അറിയാനായിട്ട് അതും ഈ പറയുന്ന രീതിയിൽ നമ്മൾ നോക്കേണ്ടി വരും. അതായത് സിമ്പിളായിട്ടുള്ള ഒരു ടച്ചിലോ ഒരു ഫീലിലോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതിലോട്ട് നോക്കണം, നമ്മുടെ മീറ്ററിൽ നോക്കണം അത് ഹാൻഡ് ബ്രേക്ക് ആണോ അല്ലയോ എന്നുള്ളൊരു കാര്യം. അത് ചെറിയ ഡിസ്കംഫർട്ടാണ്. അത് നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് യൂസ്ഡ് ടു ആവും എന്ന് പറയാമെങ്കിലും പൂർണ്ണമായിട്ടും അത് അങ്ങനെ ആവുന്നില്ല. അതായത് ഗിയർ മാറ്റുമ്പോൾ ഞാനിപ്പോൾ വണ്ടി ഇത്രയും കാലം ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു വർഷം ഉപയോഗിച്ചിട്ട് പോലും നമ്മൾ ഗിയർ മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടി വരും, നമ്മൾ ഇങ്ങോട്ട് നോക്കേണ്ടി വരും, ഗിയർ മാറിയോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട്. അടുത്തതിൻ്റെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിസിബിലിറ്റി, നമ്മുടെ ഒരു വണ്ടി ഓടിക്കുമ്പോഴുള്ള ഒരു വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം, ഈ ഒരു പില്ലർ ഇരിക്കുന്നത് ശരിക്കും നമ്മുടെ കണ്ണിൻ്റെ എന്താ പറയുക വളരെ ചേർന്നിട്ടാണ് ഇരിക്കുന്നത്, നമ്മുടെ ഫ്രണ്ടിലായിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ XL6 ഉപയോഗിക്കുന്നുണ്ട്, നേരത്തെ ഡിസയർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ മാരുതി വാഹനങ്ങളിൽ ഇത് കുറച്ചുകൂടെ പിറകോട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ പിറകോട്ട് വരുന്നത് കാരണം ഇതൊരു തടസ്സമായിട്ട് നിൽക്കത്തില്ല.
ഇത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നേരെ വലത് ഭാഗത്ത് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും വണ്ടി ഇങ്ങനെ ചാടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മറ്റു കാറുകളെക്കാളും ഇതിൻ്റെ ബോണറ്റ് ഭാഗം അല്പം പൊങ്ങിയാണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റോഡ് വിസിബിലിറ്റിയും കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് നമുക്ക് പറയാം. അടുത്തതായിട്ട് നമുക്ക് വണ്ടിയുടെ സർവീസിനെ പറ്റിയാണ് പറയാനുള്ളത്. ഇപ്പോൾ ആകപ്പാടെ 3 സർവീസേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ രണ്ടാമത്തെ സർവീസിലും പൈസയൊന്നും ആയില്ല. മൂന്നാമത്തെ സർവീസിൽ 1200 രൂപ എങ്ങാണ്ട് വാങ്ങിയെന്ന് തോന്നുന്നു. വളരെ സർവീസ് പറയത്തക്ക സർവീസ് കോസ്റ്റ് ഒന്നും ഇല്ല. പക്ഷേ പറയേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയുടെ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. നമ്മൾ 15 ലക്ഷം രൂപ മുടക്കി വാങ്ങുന്ന വാഹനങ്ങളിൽ വണ്ടിയുടെ വില കൂടെ നോക്കണം. ഇതുപോലെയൊക്കെയാണ് ഇതിൻ്റെ വയറിംഗ് കണക്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, സെല്ലോ ടേപ്പ് വെച്ച് ചുറ്റി പൊട്ടിച്ച് നക്കിയും പറക്കിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിയായ ഒരു നീക്കുപോക്കല്ല. നമ്മുടെ ഏത് കമ്പനി ചെയ്തു കഴിഞ്ഞാലും ഇതിനൊരു സ്ലീവ് ഇട്ട് ചെയ്യാൻ പറ്റുന്ന കേസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് സ്ലീവ് വാങ്ങിക്കാൻ കിട്ടും, കറുത്തൊരു സ്ലീവ്. ആ സ്ലീവ് വാങ്ങിച്ച് അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ എൻ്റെ ഡീസൽ ബുള്ളറ്റിൽ പോലും ഞാനങ്ങനെ സ്ലീവ് ഇട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും ഇതേപോലെ സീറ്റിൻ്റെ ഇത് സെൻസറുകളാണെങ്കിലും ശരി, പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള ഒട്ടിപ്പ് കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ഒരു തവണ ഞാൻ എൻ്റെ ഫേസിലോട്ടൊന്ന് ഈ ഒരു വണ്ടി ഒരു തവണ ഞാൻ സ്പീഡ് എടുത്ത് നോക്കി. 100 കിലോമീറ്റർ സ്പീഡ് എടുത്ത് നോക്കി. 100 കിലോമീറ്റർ സ്പീഡ് എടുത്തപ്പോഴേക്കും വണ്ടി ഓവർ ഹീറ്റായി. അതായത് വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഓവർ ഹീറ്റിൻ്റെ സിമ്പൽ കാണിച്ചു. അതിനുശേഷം ഞാൻ സർവീസ് സെൻറ്ററിൽ പോയി. അടുത്ത സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ അവർ സിമ്പിളായിട്ട് പറഞ്ഞു വണ്ടി ഓവർ ഹീറ്റ് ആയതാണെന്ന്. അപ്പോൾ ആ ഒരു കസ്റ്റമറിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്, അതായത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഒരു പുതിയ വാഹനമാണ്. അതും ഇത്രയും എമൗണ്ട്, നമ്മുടെ എന്താ പറയുക, ഇത്രയും വലിയൊരു എമൗണ്ട് മുടക്കിയൊരു വാഹനം വാങ്ങിക്കുന്നു. അതിൽ എൻ്റേതല്ലാത്ത കാര്യം, ആ കമ്പനി തന്നെ അവർ ഏതോ ഇതിൻ്റെ കൂളൻറ്റിൻ്റെ ഏതോ ഒരു സ്വിച്ച് കണക്ട് ചെയ്തില്ല, എന്തോ ഒരു ക്ലിപ്പ് കണക്ട് ചെയ്തിട്ടില്ല. അത് കാരണം ഓവർ ഹീറ്റായി എന്നുള്ളൊരു, അപ്പോൾ അത് ആ ഒരു കസ്റ്റമറിൻ്റെ എന്തുമാത്രം മാനസിക വിഷമം ഉണ്ടായി കാണും എന്ന് അവർക്കറിയത്തില്ല. അതൊക്കെയാണ് സർവീസ്. എന്തായാലും ഇതൊക്കെയാണ് സർവീസിനെ പറ്റി പറയാനുള്ളത്. വളരെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കേസായിരുന്നു അപ്പോൾ. അത് പക്ഷേ നമുക്കറിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ബ്ലൈൻഡാണ്. നമുക്കിതിനെപ്പറ്റി ഇതിൻ്റെ അകത്തോട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്കറിയില്ല. അതേസമയം ഡീസൽ വാഹനമാണെങ്കിലും പെട്രോൾ വാഹനം ആണെങ്കിലും നമുക്ക് കുറച്ചൊക്കെ അറിയാം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, എവിടേക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, ഓവർ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ടോ, അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടും. പക്ഷേ ഇതിൽ എന്താ പ്രശ്നം എന്ന് എനിക്കറിയത്തില്ല, ഓവർ ഹീറ്റായി. അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന നമുക്ക് ഈ ഓവർ ഹീറ്റ് ആവാൻ സാധ്യതയുണ്ടോ, ഓവർ ഹീറ്റ് ആയോ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്നാൽ അതൊരു വിഷമമേറിയ കാര്യമാണെന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ഒരു വണ്ടിയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയാം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും കാലം മാനുവൽ വണ്ടികളാണ് യൂസ് ചെയ്തിരുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എമൗണ്ട് കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് ഒരു ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ നമുക്കൊരു സ്പോർട്സ് കാർ പോലെ ഓടിക്കാൻ പറ്റും. ഇതിൻ്റെ സ്പോർട്സ് മോഡിലിട്ട ഈ വണ്ടി പറക്കുമെന്ന് പറഞ്ഞാൽ പറക്കും. നമ്മുടെ ടയർ ഇങ്ങനെ കറങ്ങി കത്തിയങ്ങ് പോകും. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും നമുക്ക് ആ ഒരു ഫീലിൽ ഓടിക്കാനും പറ്റും. അപ്പോൾ അത് രണ്ടുമാണ് ഈ ഒരു വണ്ടിയുടെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇതിൻ്റെ വില തന്നെയാണ്. അതായത് ഈ ഒരു വാഹനം ഞാൻ എടുത്ത സമയത്ത് 15 ലക്ഷം രൂപയാണ് വണ്ടിയുടെ വില. അതിന് ലോൺ ഇട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ ഇറങ്ങി വരുമ്പോഴേക്കും ഏകദേശം 18 ലക്ഷം രൂപ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ചിലവാകും. അപ്പോൾ 18 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇന്നോവ ക്രിസ്റ്റയുടെ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ അത്രയും എമൗണ്ട് നമുക്കിതിൻ്റെ ഒരു മുടക്കുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഞാൻ താമസിയാതെ പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. അതിഭീകരം എന്ന് പറഞ്ഞാൽ അതിഭീകരം. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ സിമ്പിളായിട്ടൊരു ടാസ്ക് തന്നെ എന്താ പറയുക, നമ്മൾ ചലഞ്ച് തരികയാണ്. ഈ ഒരു വാഹനം ഞാൻ വാങ്ങുന്നത് ഒരു 5 ലക്ഷം രൂപ ഇനിഷ്യൽ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ്. അതിനുശേഷം ഈ ഒരു വർഷവും ഞാൻ 25,000 രൂപ വെച്ചിട്ട്, അതായത് ഏകദേശം 3 ലക്ഷം രൂപ അടുപ്പിച്ചിട്ട് ഞാൻ ലോൺ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ഡിപ്രീസിയേഷൻ എത്രയായിരിക്കും? ഇനി ഞാൻ ഒരു എമൗണ്ട് അടയ്ക്കാം. അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ വണ്ടി ഞാൻ അടച്ച ലോൺ എമൗണ്ട് 3 ലക്ഷം രൂപ തരണ്ട, നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് ആരെങ്കിലും വാങ്ങിക്കാൻ തയ്യാറാവില്ല. കാരണം ഈ വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഭീകരമാണ്.
വളരെ ഭീകരമാണ്. ആ ഒരു ഡിപ്രിസിയേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ MGയുടെ വിൻസർ എന്ന് പറയുന്ന മോഡലിന് അവർ 3 വർഷം കഴിഞ്ഞിട്ട് 65% ബൈബാക്ക് വാല്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക റീസെയിൽ വാല്യൂ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. പൊതുവെ നമുക്ക് നോക്കിയാലറിയാം ഇത് റീസെയിൽ വാല്യൂ വളരെ വില കുറഞ്ഞൊരു വാഹനമാണ് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ എല്ലാം. അടുത്തതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനിഷ്യൽ പേയ്മെൻറ്റ്. ഞാൻ നേരത്തെ ഒരു കാർ ഉണ്ടായിരുന്ന ഡിസയർ ഉപയോഗിച്ചു വരുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു വാഹനം ഒരു 2 ലക്ഷം രൂപ മുടക്കിയിട്ട് ആ ഒരു വാഹനത്തിനുണ്ടായിരുന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ പണി വരും. അതിൻ്റെ മെയിൻ്റനൻസും സർവീസ് എല്ലാം കൂടെ ഒരു 15,000 രൂപ ചിലവ് വരും. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു വാഹനം എടുത്തപ്പോഴേക്കും മാസം 25,000 രൂപ അടുപ്പിച്ച് നമ്മൾ EMI അടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വീട്ടിലുള്ള കറണ്ട് ചാർജാണ് മെയിനായിട്ടുള്ള വിഷയം. അത് പല വീഡിയോസിലും ആൾക്കാർ പറയുന്നുണ്ട് അയ്യോ കറണ്ട് ചാർജ് ഒന്നും ആവില്ല എന്ന്. പക്ഷേ അവരുടെ വീട്ടിലൊക്കെ ഈ സോളാർ സിസ്റ്റം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ സോളാർ സിസ്റ്റം ഇല്ല. നേരത്തെ വീട്ടിലുണ്ടായിരുന്ന കറണ്ട് ബില്ല് 1,600 രൂപയൊക്കെ ഉണ്ടായിരുന്ന കറണ്ട് ബില്ല് 7,200 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വലിയൊരു എമൗണ്ടാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത് നമ്മുടെ ഒരു വാല്യൂ ഫോർ മണി ആണോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഒരു വണ്ടി. എൻ്റെ കൺക്ലൂഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ മാറ്റിയും മറിച്ചുമൊക്കെ ചിന്തിക്കാം. ഞാൻ ചിന്തിക്കുന്നത്, എനിക്കൊരു വാഹനം ഉണ്ടായിരുന്ന ഒരാളാണ്, ഞാൻ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ഡിസയർ ഡീസൽ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആ ഒരു വണ്ടിക്ക് 22-24 ആ ഒരു റേഞ്ച് നല്ല മൈലേജ് കിട്ടിക്കൊണ്ടുവരുന്ന ഒരാളാണ്. ആ ഒരു വാഹനം മാറ്റിയിട്ടൊരു EV എടുക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിൽ വേണം ചിന്തിക്കാൻ. ആ ഒരു വണ്ടിക്ക് 2 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ഒരു വണ്ടി വിൽക്കുന്നത്. അതിനുശേഷം ബാലൻസ് പൈസ ഇവിടെ ഇട്ടു ഒരു ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനം വാങ്ങുന്നത്. ഒരുപക്ഷെ വാഹനമുള്ള ആൾക്കാർ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇത് വാങ്ങിക്കേണ്ടി വരുന്നത്. ഇത് വാല്യൂ ഫോർ മണിയാണോ എന്ന് ചിന്തിക്കാം. അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയെയും ഒരു പുതിയ ടാറ്റ പഞ്ച് പെട്രോളിനെയും പറ്റി ചിന്തിക്കാം. അതായത് ഈ ഒരു വാഹനം ഞാൻ വാങ്ങിയത് 15 ലക്ഷം രൂപ അടുപ്പിച്ചിട്ട് വിലയായിട്ടുണ്ട്. ഇതേ മോഡലിലെ തന്നെ ഒരു ടാറ്റ പഞ്ച് പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കാം. ഈ ഒരു വണ്ടിക്ക് ഒരു 10 വർഷത്തെ ഒരു ഓട്ടം നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ 8 വർഷം കൊണ്ട് 1 ലക്ഷം കിലോമീറ്റർ കവർ ചെയ്യുമെന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് എടുക്കാം. ഇപ്പോഴത്തുള്ള ഒരു കറണ്ട് ചാർജ് വെച്ചിട്ട് 1 കിലോമീറ്ററിന് 1.5 രൂപ 2 രൂപ റേഞ്ചിലായിരിക്കും നമുക്ക് വരിക. അതായത് നമ്മുടെ KSEBയുടെയും അനർട്ടിൻ്റെയും ചാർജിങ് സ്റ്റേഷൻസ്, KSEBിയുടെ ചാർജിങ് സ്റ്റേഷൻസ് ഏകദേശം പൂട്ടിപ്പോയി, അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. അതുപോലെ അനർട്ടിൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ ഫുൾ ചാർജ് ചെയ്യുമ്പോൾ ഏകദേശം 400, 420, 450 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ആ ഫുൾ ചാർജിൽ ഏകദേശം 260, 270 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ ഏകദേശം 1.5 രൂപ ആ ഒരു റേഞ്ചിൽ 1 കിലോമീറ്ററിന് നമുക്ക് ചിലവാകും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ ഇതിന് ട്രാവൽ ചെയ്യാനാണെങ്കിൽ 15 ലക്ഷം പ്ലസ് 1.5 ലക്ഷം, അതായത് 16.5 ലക്ഷം രൂപ നമുക്ക് ചിലവ് വരും ഈ ഒരു ഇലക്ട്രിക് വാഹനമാണെന്നുണ്ടെങ്കിൽ. ഇതേ കേസിൽ ഒരു ടാറ്റ പഞ്ച് പെട്രോൾ അതൊരു 7 ലക്ഷം രൂപ ആ റേഞ്ചിൽ വണ്ടി നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ആ ഒരു വാഹനത്തിന് 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് ഒരു 7 രൂപ പെർ കിലോമീറ്റർ 7 രൂപ നമ്മൾ നോക്കാം. ഇതിൻ്റെ മെയിൻ്റനൻസും ഇൻഷുറൻസും ബാക്കിയെല്ലാ കാര്യങ്ങളും തേയ്മാനവും എല്ലാം നമ്മൾ തൽക്കാലം വിട്ടേക്കാം. ആ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാലും ഈ 1 ലക്ഷം കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് പെട്രോൾ ടാറ്റ പഞ്ചിന് 7 ലക്ഷം രൂപ, രണ്ടും കൂടെ കൂട്ടുമ്പോഴേക്കും 7 14 ലക്ഷം രൂപയാവുന്നുണ്ട്. 8 വർഷം കഴിയുമ്പോഴേക്കും അവിടെയും 14 ലക്ഷം രൂപ, നമ്മളെ സംബന്ധിച്ച് 16.5 ലക്ഷം രൂപ. 1.5 ലക്ഷം അല്ലെങ്കിൽ 8 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ വണ്ടിയുടെ ബാറ്ററി വാറൻറ്റി കാലം കഴിയും. ആ സമയത്ത് ഒരു ബാറ്ററി റീപ്ലേസ്മെൻറ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പോയാലും ഒരു 5 ലക്ഷം രൂപയെങ്കിലും ബാറ്ററി റീപ്ലേസ്മെൻറ്റിന് വേണ്ടി വരും. ഇപ്പോൾ ഒരുപക്ഷെ പുതിയ ടാറ്റ നെക്സണിനും മറ്റ് വാഹനങ്ങൾക്കൊക്കെ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് വേണ്ടാന്ന് പറയുന്നുണ്ട്. മീൻസ് ബാറ്ററി റീപ്ലേസ് ചെയ്യാനായിട്ട് എന്ന് പറയാം വേണ്ട, ലൈഫ് ടൈം വാറൻറ്റി ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് എടുക്കുന്ന കാലഘട്ടത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഏത് രീതിയിൽ നമ്മളൊരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാലും നഷ്ടമാണ്. അല്ല, എൻ്റെ പഴയ കാലം തന്നെ എടുക്കാം. ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന നമ്മുടെ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ഡീസൽ കാർ എടുത്തു കഴിഞ്ഞാലും ആ വാഹനം എനിക്ക് ഒരു 10 വർഷം കൂടെ അല്ലെങ്കിൽ ഈ 1 ലക്ഷം കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ അത് മാത്രം മതിയായിരുന്നു. അപ്പോൾ നമ്മൾ കയ്യിലുണ്ടായിരുന്ന ഒരു വാഹനം കൊടുത്തിട്ട് ഒരു പുതിയ വാഹനം എടുത്തു, നമ്മളൊരു കടക്കാരനായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പോട്ടെ, അടുത്ത് നമ്മുടെ കുറച്ചുകൂടെ വിപുലമായിട്ട് ചിന്തിക്കാം. നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങളെ 2030 കേരളത്തിൻ്റെ 30% വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനമാക്കുമെന്ന് പറഞ്ഞിട്ട് KSEB ഒരു വലിയ പരിപാടിയൊക്കെ തുടങ്ങിയായിരുന്നു. KSEBയുടെ എല്ലാ ചാർജിങ് സ്റ്റേഷനുകളിലും ചാർജിങ് ബൂത്തും എല്ലാം വച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഒരെണ്ണം പോലും വർക്ക് ചെയ്യുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നേമത്തും നെയ്യാറ്റിൻകരയിലൊക്കെ നോക്കി, അവിടെ ഒന്നും കാണാനില്ല. നേമത്ത് നേരത്തെ ഉണ്ടായിരുന്ന 3 ചാർജിങ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരെണ്ണം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതുമല്ല,
അത് ഒരു വിഷയം. കാരണം ഇപ്പോൾ ഈ KCBയുടെ കാര്യം പറയേണ്ടി വന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന ചാർജിങ് സ്റ്റേഷനുകളിൽ നാളിതുവരെ ലാഭമുണ്ടായിരുന്നു. അതായത് നമുക്ക് ലാഭകരമായിട്ട് ഇലക്ട്രിക് ചാർജ് ചെയ്യാമായിരുന്നു. അതായത് കിലോമീറ്റർ ഏകദേശം 1.5 രൂപ നിരക്കിൽ. പക്ഷേ ഇപ്പം പുതിയൊരു അക്കടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KCBയുടെ ചാർജിങ് സ്റ്റേഷനുകളിൽ രാവിലെ സമയത്ത് യൂണിറ്റിന് 14 രൂപ. നേരത്തെ നമുക്കത് 7 രൂപ യൂണിറ്റ് ആയിരുന്നു. ഇനി യൂണിറ്റ് 14 രൂപയും രാത്രി കാലങ്ങളിൽ 22 രൂപ വരെ ആകും എന്നുള്ള രീതിയിലുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. എന്തായാലും KCBയുടെയും അനേർട്ടിൻ്റെയും ചാർജിങ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. താമസിയാതെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ഈ പറയുന്ന 1.5 രൂപ എന്നുള്ള ചാർജിങ് രൂപ മാറിയിട്ട് വീണ്ടും ഒരുപക്ഷെ ഇതിൻ്റെ 3 ഇരട്ടി, അത് ഏകദേശം 4.5 രൂപ അല്ലെങ്കിൽ 5 രൂപയായിട്ട് നമ്മുടെ ചാർജിങ് യൂണിറ്റ് KCBയുടെ തന്നെ ചാർജിങ് യൂണിറ്റുകൾ മാറും. 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് 5 രൂപ നിരക്ക് മതിയായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ ഇലക്ട്രിക് വാഹനം എടുക്കുന്നതിനായിരുന്നു ഒരു ലാഭകരമായിട്ട് ഈ ഒരു വാഹനം കൊണ്ട് നടക്കാൻ സാധിക്കും എന്നുള്ളൊരു രീതിയിലാണ് വന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഈ രീതിയിൽ ചാർജ് കൂട്ടിക്കഴിഞ്ഞാൽ KCBയുടെ ചാർജിങ് സ്റ്റേഷനുകളിൽ തന്നെ 1 കിലോമീറ്റർ ഓടാനായിട്ട് 4.5 രൂപ ചിലവ് വരും. പ്രസൻറ്റ് കണ്ടീഷനിൽ പ്രൈവറ്റ് ചാർജിങ് സ്റ്റേഷനുണ്ട്. പ്രൈവറ്റ് ചാർജിങ് സ്റ്റേഷന് നിലവിൽ വാങ്ങിക്കുന്നത് നമ്മുടെ KCBയെക്കാളും ഏകദേശം ഒരു 1.5 ഇരട്ടി. അതായത് KCBയിൽ 450 രൂപയ്ക്ക് ഫുൾ ചാർജ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റിൽ പോയി കഴിഞ്ഞാൽ അത് 700 രൂപ 800 രൂപ റേഞ്ചിലോട്ട് മാറും. മനസ്സിലായില്ലേ? അപ്പോഴേക്കും ഈ KCBയുടെ ഒരു വില വർധന അവിടെയും കാര്യമായിട്ട് ബാധിക്കും. അതായത് ആ ഭാഗങ്ങളിലും നമുക്ക് നിലവിൽ ഉള്ളതിനേക്കാളും ഇരട്ടിയിൽ കൂടുതൽ, അതായത് 3 ഇരട്ടിയോളം അവരും ഇതിൻ്റെ എമൗണ്ട് വർദ്ധിപ്പിക്കും. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഇത്രയും വലിയൊരു തുക മുടക്കിയിട്ട് ഒരു ഇലക്ട്രിക് വാഹനം എടുത്തത് ഒരു അർത്ഥശൂന്യമായൊരു പ്രവൃത്തിയായിട്ട് മാറിപ്പോവും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഒരു ഇലക്ട്രിക് വാഹനത്തിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ്. ഈ ഒരു വണ്ടിയുടെ വാഹനത്തിൻ്റെ പെർഫോമൻസിനെ പറ്റിയോ മറ്റു കാര്യങ്ങളെ പറ്റിയോ ഞാൻ അധികം ബോധേഡല്ല. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ഇനി ഫ്യൂച്ചറിലുണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയുടെ വില വർധനയും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വിലയുടെ ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള മറ്റ് കമ്പനികൾ വരും. ഉദാഹരണത്തിന് MGയും മറ്റ് വണ്ടികൾ വരുമ്പോഴേക്കും ഈ ഒരു വാഹനത്തിൻ്റെ വില ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കുറയ്ക്കും. ഞാൻ ഈ ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് ടാറ്റ ഒരു മോണോപ്പൊളി പോലെ ഒരു ഏകാധിപത്യം പോലെ ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മുടെ MGയുടെ വാഹനങ്ങൾ കൂടെ ഇലക്ട്രിക് വാഹനങ്ങളിലൂടെ വന്നതോടുകൂടിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വില താഴോട്ട് പോകാനും സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യുന്ന രീതിയിൽ എടുക്കാനും പറ്റിയത്. അപ്പോൾ ഇനി ഒരു പക്ഷേ എല്ലാവരും ചോദിക്കും, ഏത് വാഹനമായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആസ് എ പ്രസൻറ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് വാഹനമാണ് എടുക്കാൻ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹൈബ്രിഡ് വാഹനങ്ങളെന്ന് പറയാം. അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ എനിക്ക് തോന്നുന്നത് അധികം ചിലവ് ചെയ്യാതെ ഒരുപാട് വിലയിലോട്ട് പോകാതെ നമ്മുടെ ടിയാഗോ EV അത് അധികം വില വരുന്നില്ല. 9.5 ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യം ഫീച്ചേഴ്സുള്ള നല്ലൊരു വാഹനം കിട്ടും. അപ്പോൾ വലിയൊരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. അതൊരു സോളാറും കാര്യങ്ങളൊക്കെ കൂടെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു ഇക്വേഷൻ ഒരുവിധം കറക്റ്റായിട്ട് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എൻ്റെ ഈ ഒരു വാഹനം 10,000 കിലോമീറ്റർ ഓടിച്ചപ്പോഴേക്കുള്ള എൻ്റെ എക്സ്പീരിയൻസാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം ചിന്തിച്ച് ആ ഒരു കണക്ക് കൂട്ടി തന്നെ ഈ ഒരു സാധനം ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് വർത്താണോ, ഇത് ഒരു വാഹനത്തിൽ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഹൈബ്രിഡ് വാഹനങ്ങളിലോട്ട് പോകണോ എന്നുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് എടുക്കേണ്ട തീരുമാനമാണ്. അത് കുറച്ച് നേരം ഇരുന്ന് കണക്കുകൂട്ടലുകളൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. പ്രധാനമായും നമ്മൾ കോമൺ മാനാണ്, സാധാരണക്കാരാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിലൊരു പക്ഷേ വാഹനം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു വാഹനമുള്ള ഒരാൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വപ്ന വാഹനമായിട്ടായിരിക്കും ഒരു ഇലക്ട്രിക് വാഹനത്തിന് ഒരു കാണുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് മഹീന്ദ്രയുടെ പുതിയ കാറൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ കിളി പോകുന്ന രീതിയിലുള്ള വാഹനങ്ങളാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ ആ ഒരു തലത്തിലോട്ട് പോകും. പക്ഷേ ആ ഒരു വാഹനം വേണോ? അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വാഹനം അതിന് കഴിഞ്ഞ ആഴ്ച ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷത്തിലോ 2 വർഷത്തിലോ ഒരിക്കലായിരിക്കും നമ്മുടെ ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആവുന്നത്. ആ ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് നമുക്കൊരു പക്ഷേ 15,000 രൂപയോ 20,000 രൂപയോ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി എന്ന് വരാം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും, ഇതിനെ കളയാം, നമുക്ക് പുതിയൊരു വാഹനം എടുക്കാം എന്നുള്ള ധാരണയിലായിരിക്കും നമ്മുടെ ഈ ഇലക്ട്രിക് വാഹനത്തിലോട്ട് നമ്മുടെ ചിന്തകൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ഷോറൂം പ്രൈസൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. നോക്കുമ്പോഴേക്കും ടാറ്റ പഞ്ചിൻ്റെ EVയുടെ ഈ വേരിയൻറ്റ് 10 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം പ്രൈസായിട്ട് നമ്മുടെ പത്രങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ നേരെ അത് പോകും. അപ്പോൾ നമ്മൾ അതിലോട്ട് ചിന്തിക്കും. പക്ഷേ ഇത്രയും ചിന്തിച്ചാൽ മതി,
ഈ ഒരു നമുക്ക് വന്ന ചിന്ത, ഈ ഒരു നമ്മുടെ നമുക്ക് വന്ന ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ 20,000 രൂപയായിരിക്കും നമുക്കിതിന് മെയിൻ്റനൻസ് ആയിട്ട് ചിലവ് വരുന്നത്. ആ ഒരു വാഹനം നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ ഒരുപക്ഷെ 2 ലക്ഷം രൂപയായിരിക്കും ആ വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുക. ആ 2 ലക്ഷം രൂപയുടെ കൂടെ നമ്മളൊരു 3 ലക്ഷം രൂപയുടെ ഇനിഷ്യൽ പേയ്മെൻറ്റ് ഇട്ടാലേ ഈ ഒരു വണ്ടിയുടെ ആദ്യത്തെ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം വീണ്ടും ഒരു 10 ലക്ഷം രൂപ ലോൺ എടുക്കണം. ആ ലോണിൻ്റെ തിരിച്ചടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസവും 17,000 രൂപ വരും. നമ്മൾ നേരത്തെ ഒരു വർഷം 15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ നമ്മൾ ചിലവാക്കിയ സ്ഥലത്ത് ഇത് നമ്മൾ ഓരോ മാസവും ഈ 17,000 രൂപ അടയ്ക്കണം. അതിൻ്റെ പോരാഞ്ഞിട്ട് നമ്മുടെ KSEBിയുടെ കറണ്ട് ബില്ല് ഒരു 3,000 രൂപ കൂടും. എനിക്ക് 2 മാസത്തിലൊരിക്കൽ കറണ്ട് ബില്ല് വരുന്നത് അത് 1,600 നിന്നും 7,200 ഇനി നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അത് കൂടും. അതായത് ഒരു മാസം എങ്ങനെയൊക്കെ പോയാലും 20,000 രൂപ മാസം തോറും. നമ്മൾ വർഷത്തിൽ 12 മാസത്തിൽ ഒരു തവണ നമ്മൾ 20,000 രൂപ മുടക്കിയത് ഇത് നമ്മൾ സ്ഥിരം കടക്കാരാവും. അതായത് എല്ലാ മാസവും നമ്മൾ 20,000 രൂപ വെച്ച് അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാവും. ഒരു പക്ഷേ സാമ്പത്തികം ഉള്ളവരുടെ കാര്യം ഇതല്ല കേട്ടോ, ഞാൻ പറയുന്ന ഒരു കോമൺ മാൻ എന്നുള്ള ചിന്താഗതിയിലാണിത് പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നിലവിലുള്ളൊരു വാഹനം, അത് ഡീസൽ വാഹനമായാലും പെട്രോൾ വാഹനമായാലും, അതിൻ്റെ ഒരു സർവീസ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ലക്ഷം കിലോമീറ്റർ 8 ലക്ഷം കിലോമീറ്റർ ഒക്കെയാണ്. അത് പ്രോപ്പർ സർവീസോടെ നല്ല രീതിയിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ, അതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റിയാൽ അത് നമ്മുടെ വാഹനം തന്നെയാണ് ഏറ്റവും നല്ല വാഹനം. അതാണ് ഇതിൻ്റെ ഉത്തരം. ഞാൻ ഒരു പക്ഷേ ഏറ്റവും സങ്കടപ്പെടുന്ന കാര്യം നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു ഡിസയർ കൊടുത്തത് തന്നെയാണ്. ഒരുപക്ഷെ ആ ഒരു ചിന്ത എൻ്റെ മകൻ പറഞ്ഞിരുന്നു, അത് കൊടുക്കണ്ട പപ്പ. അത് ഞാനിതിൽ ഇപ്പോൾ വളരെയധികം വ്യസനിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ദ ബെസ്റ്റ് കാർ, അതിൽ സംശയമില്ല. നിങ്ങൾ ഏത് വാഹനവും എടുക്കുന്നതിനും വരെ EV ആണെങ്കിലും ശരി, ഇപ്പോൾ നമ്മുടെ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ഒരുപാട് വാഹനങ്ങൾ മഹീന്ദ്രയാണെങ്കിലും B6ഉം B9 കാണുന്നുണ്ട്. ഇതിൻ്റെ വില നോക്കുമ്പോൾ 36 ലക്ഷം രൂപ 32 ലക്ഷം രൂപ 28 ലക്ഷം രൂപയൊക്കെയാണ് വിലകൾ. അതിൻ്റെ പലിശ മതി ഈ 28 ലക്ഷം രൂപ, അല്ലെങ്കിൽ ഇതിൻ്റെ പലിശ മതി നമ്മുടെ ആവശ്യത്തിൻ്റെ ഇരട്ടി ഓടിക്കാനായിട്ട്. അതായത് ഞാനിപ്പോൾ മാസം 20,000 രൂപ അടയ്ക്കുന്നുണ്ട്. നേരത്തെ ഡിസയർ ഓടിച്ചിരുന്ന സമയത്ത് മാസം 4,000 രൂപയുടെ അപ്പുറത്തോട്ട് ഞാൻ ഡീസൽ അടിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ മാസം 20,000 രൂപ വാഹനത്തിന് എൻ്റെ യാത്രയ്ക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇലക്ട്രിക് വാഹനം അല്ലെങ്കിൽ ഏതൊരു വാഹനവും മാറ്റുന്നതിന് മുമ്പേ വളരെയധികം ഹോംവർക്ക് ചെയ്തിട്ട് വ്യക്തമായ കണക്കുകൾ കൂട്ടി നോക്കുക. നിങ്ങൾക്ക് ഇത് ലാഭമാണോ എന്ന്. ഒരു കാരണവശാലും ലാഭമായിട്ട് വരില്ല. ഒരു കാരണവശാലും എങ്ങനെ തിരിച്ചും മറിച്ചും ഗുണിച്ചാലും ഹരിച്ചാലും ഒരു കാരണവശാലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ലാഭകരമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇതേ കാര്യം ഞാൻ പറയും, നിങ്ങൾ 1 ലക്ഷം കിലോമീറ്റർ അല്ലേ പറഞ്ഞു, 2 ലക്ഷം കിലോമീറ്റർ വെച്ച് പറയാത്തതെന്ന് ചോദിക്കും. 2 ലക്ഷം കിലോമീറ്റർ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എമൗണ്ട് ഇനിയും കൂടും. കാരണം ആ സമയത്ത് എനിക്ക് എൻ്റെ ബാറ്ററി ചേഞ്ച് വേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ KSEBിയുടെ കറണ്ട് ബില്ല് കൂടും. KSEBിയുടെ കറണ്ടിൻ്റെ സ്ലാബുകളെല്ലാം മാറും. അത് കാരണം നമ്മുടെ ഇത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ് ഈ ഒരു EV ചിന്താഗതി. അതുകൊണ്ട് ഇത് വളരെയധികം കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രം ഈ ഒരു കുരുക്കിലോട്ട് എടുത്ത് ചാടുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചലഞ്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ 1 വർഷം അടച്ച EMI ഒഴിവാക്കിയിട്ട് ആർക്ക് വേണമെങ്കിൽ ഈ ഒരു വാഹനം തരാൻ തയ്യാറാണ്. ബാക്കി EMI അവരടയ്ക്കണം, ആദ്യത്തെ ഇനിഷ്യൽ പേയ്മെൻറ്റ് അടയ്ക്കണം. ധൈര്യം ഉണ്ടെങ്കിൽ വാ. എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുകയാണ്. മനോഹരമായ മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ.